ഹായ് സ്റ്റുഡൻസ്, വേ ടു എക്സാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് അനലൈസിങ് കൺസ്യൂമേഴ്സ് മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അനലൈസിങ് കൺസ്യൂമർ മാർക്കറ്റ്. അതിലാദ്യം ഡെഫിനിഷൻ ഓഫ് കൺസ്യൂമർ മാർക്കറ്റാണ്. ഇൻ ദ വേർഡ് ഓഫ് വാൾട്ടേഴ്സ് ആൻഡ് പോൾ, കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദി പ്രോസസ് വെർബൈ ഇൻഡിവിജ്വൽ ഡിസൈഡ് വാട്ട്, വെൻ, വേർ, ഹൗ ആൻഡ് ഫ്രം ഹും ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മളൊരു ഇൻഡിവിജ്വൽ തീരുമാനം എടുക്കുകയാണ്. എന്താണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ്, എപ്പോഴാണ് നമ്മൾ ആരിൽ നിന്നാണ് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ വാങ്ങിക്കേണ്ടത് എന്ന്. ആ തീരുമാനത്തെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് ബിഹേവിയർ മീൻസ് ദി പ്രോസസ് ആസ് ടു ഹൗ ദി കൺസ്യൂമർ മേക്ക് ദെയർ പർച്ചേസ് ഡിസിഷൻ ടു മീറ്റ് ദെയർ നീഡ്സ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് പർച്ചേസ് ഡിസിഷനാണ് എടുക്കുന്നത് എന്നുള്ള ആ ഒരു പ്രക്രിയയാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ബയർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറും ബയർ ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം, കൺസ്യൂമറും ബയറും രണ്ടാണ്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ബയർ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞാൽ ബയറാവും. അത് സ്വന്തം ആവശ്യത്തിനല്ലാതെ മറ്റൊരാൾക്ക് കൈമാറാനോ അല്ലെങ്കിൽ വീണ്ടും സെയിൽസിന് വേണ്ടിയിട്ടോ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങും. അത് ബയറാണ്. അപ്പോൾ ഇവിടെ പറയണത് കൺസ്യൂമർ ബിഹേവിയർ ഇൻവോൾവ് ദ ബിഹേവിയർ ഓഫ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ ഇൻവോൾവ് ചെയ്യുന്നതാണ് കൺസ്യൂമർ ബിഹേവിയർ. അത് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സാണ്. ബട്ട് ദി ബയർ ബിഹേവിയർ ഇൻവോൾവ് ദി ബിഹേവിയർ ഓഫ് ഇൻഡസ്ട്രിയൽ കസ്റ്റമർ. ഒരു ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിനെ ഇൻവോൾവ് ചെയ്യുന്ന ബിഹേവിയറാണ് ബയർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. ഓർഗനൈസേഷണൽ ബയറാണെന്ന് മനസ്സിലാക്കിയാൽ മതി. മറ്റേത് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സാണ്, കൺസ്യൂം ചെയ്യും വാങ്ങിയിട്ട്. ഇനി അടുത്തതൊരു എസ്സേ ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് നോക്കി മാർക്ക് ചെയ്യുകയും ചെയ്യാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമേഴ്സ് ബിഹേവിയർ. ബൈയിങ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളൊരു ഉൽപ്പന്നം വാങ്ങിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും വരുന്ന ഫാക്ടേഴ്സ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് വീണ്ടും ഡിവിഷനുകളുണ്ട്. അതിൽ ഫസ്റ്റത്തത് കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ. കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അതിൽ അക്കോർഡിംഗ് ടു മാസ്ലോയുടെ നീഡ് തിയറി നിങ്ങൾക്ക് അറിയുന്നതാണ്. 5 ടൈപ്പ് ഓഫ് നീഡാണ്. ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഒരു ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അടുത്ത ആവശ്യങ്ങളിലേക്ക് വരും. അത് പ്രകാരം നമ്മളിവിടെ 5 രീതിയിൽ സൈക്കോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, സോഷ്യൽ നീഡ്, എസ്റ്റീം ഓർ ഈഗോ നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന രീതിയിൽ ഡിവിഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ സാറ്റിസ്ഫൈങ് ദി ബേസിക് സൈക്കോളജിക്കൽ നീഡ് കൺസ്യൂമർ എന്തായിരിക്കും വാങ്ങിക്കുക? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ. സേഫ്റ്റി നീഡാണെങ്കിൽ അവർ ഇൻഷുറൻസ് അതുപോലെ തന്നെ സെക്യൂരിറ്റി സർവീസുകളൊക്കെ താല്പര്യപ്രകാരം വാങ്ങിക്കും. പിന്നീട് സോഷ്യൽ നീഡാണെങ്കിൽ സോപ്പ്, ഷാംപൂ, കോസ്മെറ്റിക്, പെർഫ്യൂംസ് ഐറ്റംസ്, ഇതൊക്കെയാണ് സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്ന ഐറ്റംസ്. ഇനി ഈഗോ നീഡ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണെന്നുണ്ടെങ്കിൽ അവർ വാങ്ങിക്കുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡഡ് ഡ്രസ്സുകൾ, ഫർണിച്ചർ ഐറ്റംസ്, ജ്വല്ലറി ഐറ്റംസ് ഒക്കെയാണ്. അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ ഉൽപ്പന്നങ്ങൾ അവരുടെ താല്പര്യമനുസരിച്ച് സെലക്ട് ചെയ്യും. നീഡ്സ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്, അതങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇനി രണ്ടാമത് പറയുന്നത് പെർസെപ്ഷനാണ്. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടാണ് ആ വ്യക്തി ഏത് പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കുക. ഇൻഡിവിജ്വൽ ആക്ട് ആൻഡ് റിയാക്ട് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പെർസെപ്ഷൻ. ഒരു വ്യക്തിയുടെ ആക്റ്റും റിയാക്റ്റും എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഡിവിജ്വൽ സെലക്ട്. ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ, ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പഠിക്കുക നിങ്ങൾ. എ ലേഡി മൈറ്റ് പെർസീവ് ദി ക്ലോത്ത് കനോട്ട് ബി വാഷ്ഡ് പ്രോപ്പർലി വാഷിംഗ് മെഷീൻ, സോ ഷീ വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ടു ബൈയിങ് വാഷിംഗ് മെഷീൻ അൺലെസ് ദി പെർസെപ്ഷൻ ഓഫ് വാഷിംഗ് മെഷീൻ ചേഞ്ചസ്.
ഒരു ലേഡിയുടെ ചിന്ത വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ താല്പര്യപ്പെടുന്നത് കല്ലിൽ വാഷ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളിടത്തോളം കാലം ആ വ്യക്തി വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നില്ല, ആ ലേഡി. അതാണ് ഇവിടെ എക്സാമ്പിൾ. അതാണ് പെർസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ കാഴ്ചപ്പാടിനനുസരിച്ച് മാത്രമേ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി ലേണിംഗ് എന്ന് പറഞ്ഞാൽ എക്വയറിങ് നോളേജ്, നമ്മൾ അറിവുകൾ നേടുകയാണ്. അറിവുകൾ നേടുക വഴി ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാണ്. ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ആ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്യുകയും ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കിട്ടിയ അറിവ് മോശമാണെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഈ ലേണിംഗ് നമുക്ക് കിട്ടുന്ന വഴികൾ ലിസണിങ്, റീഡിങ്, ഒബ്സർവിങ്, എക്സ്പീരിയൻസ്. നമ്മൾ വായിക്കുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെ, ഒബ്സർവ് ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെയൊക്കെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടുകയാണ്. അതുവഴി നാം ആ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുകയാണ്. ഇനി അടുത്ത ബിലീഫാണ്. ബിലീഫ് എന്ന് പറഞ്ഞാൽ പെർസെപ്ഷനും ലേണിങ്ങുമാണ് ബിലീഫ് ആൻഡ് ആറ്റിറ്റ്യൂഡിലേക്ക് വഴിവെക്കുന്നത്. അപ്പോൾ ദിസ് ബിലീഫ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ദി ബൈയിങ് ബിഹേവിയർ. നമ്മുടെ വിശ്വാസങ്ങളും നിലപാടും തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ തയ്യാറാക്കുകയാണ്. എ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് തോട്ട് ദാറ്റ് എ പേഴ്സൺ ഹോൾഡ് അബൌട്ട് സംതിങ്. എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ, ചിന്തകൾ, അതാണ് ബിലീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് കൺസ്യൂമേഴ്സ് ബിലീഫ് ദാറ്റ് മാരുതി കാർ ആർ ലെസ് കോസ്റ്റ്ലി ആൻഡ് ഫ്യൂവൽ എഫിഷ്യൻറ്റ്. ഒരു കൺസ്യൂമേഴ്സിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ മാരുതി കാറ് വളരെ ചിലവ് കുറഞ്ഞതുമാണ്, അതുപോലെ തന്നെ ഫ്യൂവൽ കുറവുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കസ്റ്റമർ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും ഏതായിരിക്കും? മാരുതി ആയിരിക്കും. മറ്റൊരു പ്രൊഡക്റ്റ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണത്. അത് പ്രകാരമുള്ള പ്രൊഡക്റ്റുകളെ സെലക്ട് ചെയ്യുള്ളൂ. മറ്റൊന്ന് കൺസ്യൂമേഴ്സിൻ്റെ ബിലീഫ് അനുസരിച്ച് LG TV ആണ് ബെസ്റ്റ്. അപ്പോൾ ആ കൺസ്യൂമർ ഏത് സെലക്ട് ചെയ്യും? LG ബ്രാൻഡ് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ഇനി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് ബിലീഫ്. ഈ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് അവരവരുടെ നിലപാട്. ബിലീഫ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആർ ടു സൈഡ് ഓഫ് കോയിൻ. ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ് ബിലീഫും ആറ്റിറ്റ്യൂഡും. ദ ജോയിൻ്റ്ലി ഇൻഫ്ലുവൻസ് ബൈയിങ് ബിഹേവിയർ. അത് രണ്ടും കൂടി നമുക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ്. പീപ്പിൾ ഹാവ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് എവറിത്തിങ് പൊളിറ്റിക്, റിലീജിയസ്, എക്കണോമി. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും അതുപോലെ സാമ്പത്തികപരമായിട്ടും ഒക്കെ നിലനിൽക്കുന്ന ഒന്നാണ്. അതിനനുസരിച്ച് നമ്മുടെ നിലപാടിനനുസരിച്ച് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാണ്ടിരിക്കുകയോ ചെയ്യാം. ആറ്റിറ്റ്യൂഡ് ദാറ്റ് ദ കൺസ്യൂമേഴ്സ് ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ദി പ്രൊഡക്റ്റ്. ഒന്നുകിൽ നമ്മുടെ ആ പ്രൊഡക്റ്റിനോടുള്ളത് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അതല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അത്രയേ ഉള്ളൂ ആറ്റിറ്റ്യൂഡിൽ. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി കൾച്ചറൽ ഫാക്ടേഴ്സ്, സംസ്കാരം. അതിലാദ്യം വരുന്നത് കൾച്ചർ തന്നെയാണ്. ഒരു വ്യക്തിയുടെ സംസ്കാരമാണ് പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കുന്നത് എന്നാണ്. കൾച്ചർ സിംപ്ലി റിഫേഴ്സ് വാല്യൂ, ബിലീഫ്, വൺ ഈസ് ബോൺ ആൻഡ് ബോട്ടം. ഒരു വ്യക്തി ജനിച്ച് ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും എന്താണോ അതാണ് നമ്മളെ കൾച്ചർ എന്ന് പറഞ്ഞാൽ. ആ കൾച്ചറിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ബിഹേവിയർ അക്വയർഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം വിത്ത് മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ദി സൊസൈറ്റി. ഈ കൾച്ചർ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാണ്, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നിന്നാണ്. ഐഡിയ കിട്ടുന്നത്, കസ്റ്റംസ്, വാല്യൂസ് ഒക്കെ നമുക്ക് ലഭിക്കുക നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാണ്. അത് നമ്മൾ ഷെയർ ചെയ്യുകയാണ് സൊസൈറ്റിയിലേക്ക്. ജനറേഷൻ ടു ജനറേഷനായിട്ട് നമ്മൾ ഷെയർ ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യും. നമ്മളെ ഹാബിറ്റിനനുസരിച്ച് ഫുഡൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. അതുപോലെ ഓരോ കൾച്ചറിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഡ്രസ് സ്റ്റൈലൊക്കെ വരിക. ഇവിടെ സബ് കൾച്ചർ എന്ന് പറഞ്ഞാലാണ് നെക്സ്റ്റ് പോയിൻ്റ്. സബ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് റിഫേഴ്സ് ടു എ സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് കൾച്ചർ. കൾച്ചറിൻ്റെ ഒരു ചെറിയ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ സബ് കൾച്ചർ എന്ന് പറയും. സബ് കൾച്ചർ ബേസ് ചെയ്യുന്നത് സാധാരണ റിലീജിയസ്, ലാംഗ്വേജ്, ജിയോഗ്രഫിക് റീജിയൻ, നാഷണാലിറ്റി, ഏജ്, ജെൻഡർ. ഒരു വ്യക്തിയുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ, അതുപോലെ തന്നെ അവരുടെ ഏജ്, നാഷണാലിറ്റി, ലാംഗ്വേജ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യും. ഇനി വരുന്നത് സോഷ്യൽ ക്ലാസ് ആണ്. സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസ് ആൻഡ് കൺസംഷൻ പാറ്റേൺ. നമ്മുടെ കൺസംഷൻ പാറ്റേണും സോഷ്യൽ ക്ലാസ്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എ സോഷ്യൽ ക്ലാസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സിമിലർ വാല്യൂ, ഇൻട്രസ്റ്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ദി സൊസൈറ്റി. ഒരേ മൂല്യം, ഒരേ താല്പര്യം ഉള്ള ഒരു വ്യക്തികളുടെ ഗ്രൂപ്പ്, സമൂഹത്തിലൊരു വ്യക്തികളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്.
ആ സോഷ്യൽ ക്ലാസ്സിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യും. കൺസ്യൂമേഴ്സ് ബൈയിങ് ബിഹേവിയർ ഡിറ്റർമൈൻ ഓൺ ദി സോഷ്യൽ ക്ലാസ് വിച്ച് ഈസ് ദേ ബിലോങ്. ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ, ചിലപ്പോൾ അത് ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസ്സുകളാക്കി തിരിക്കുക, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഒക്യുപ്പേഷൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ക്ലാസ്സുകളാക്കി തിരിക്കും. ആ ബേസിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യും. ഇനി വരുന്നത് മൂന്നാമത്തെ ഫാക്ടേഴ്സാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് ഫാമിലിയാണ്. ഫാമിലിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സാണ് ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കുന്ന. അതിൽ നമ്മൾ 2 തരത്തിലുള്ള ഫാമിലിയാണ്, ജോയിൻറ്റ് ഫാമിലിയും ന്യൂക്ലിയർ ഫാമിലിയും. ജോയിൻറ്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ജോയിൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുക. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഫാമിലി ഇന്ന് എങ്ങനെയാണ്, ടുഡേ മോസ്റ്റ് ഓഫ് ദി ഫാമിലി ആർ ദി സ്മോൾ ആൻഡ് ന്യൂക്ലിയർ ഫാമിലി, ചെറിയ ഫാമിലിയാണ്. മോസ്റ്റ് ഓഫ് ദി ന്യൂക്ലിയർ ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോയിൻ്റ്ലി മേക്ക് പർച്ചേസ് ഡിസിഷൻ പെർട്ടിക്കുലർലി ഫോർ ദി ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് ആണെങ്കിൽ 2 കൂട്ടരും കൂടെ തീരുമാനം എടുക്കുകയാണ്. ഹസ്ബൻഡ് നോർമലി പർച്ചേസ് ഏതായിരിക്കും അവർ വാങ്ങിക്കുക? ഹസ്ബൻഡ് ഇലക്ട്രിക് ഐറ്റംസ്, ഇൻഷുറൻസ്, ഓട്ടോമൊബൈൽ, ഇതൊക്കെയാണ് അവർ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുക. പക്ഷേ മറ്റുള്ള ഡ്യൂറബിൾ ഗുഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 കൂട്ടരും കൂടെ ഡിസിഷൻ എടുക്കുക ചെയ്യുക. ഇനി റെഫറൻസ് ഗ്രൂപ്പുകൾ, കൺസ്യൂമേഴ്സ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് റെഫറൻസ് ഗ്രൂപ്പുകൾ. അത് സൊസൈറ്റിയിലാണ് റെഫറൻസ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുക. റെഫറൻസ് ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഹൂം ദി ഇൻഡിവിജ്വൽ അസോസിയേറ്റ്. വ്യക്തികൾ കൂടി ചേരുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളുണ്ടാവും, കോവർക്കേഴ്സിൻ്റെ ഗ്രൂപ്പുകൾ, ക്ലാസ്മേറ്റ്, ടീനേജേഴ്സ്, സ്പോർട്സ് ഗ്രൂപ്പ്, മ്യൂസിക് ഗ്രൂപ്പുകൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ തീരുമാനം അനുസരിച്ച് നമ്മളൊരു പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാം. ആ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരാളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് മറ്റുള്ളവരും കാണാനിടയാവും. അപ്പോൾ അവർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും. ഇനി റോൾ ആൻഡ് സ്റ്റാറ്റസ്. പേഴ്സൺ ടേക്ക് അപ്പ് മെനി റോൾ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. നമ്മുടെ ലൈഫിൽ ഒരു വ്യക്തി തന്നെ പല റോളുകൾ നിറവേറ്റുന്നത്. ആ കേസ് പറയുമ്പോൾ ഇവിടെ ആദ്യം സൺ, പിന്നെ ഹസ്ബൻഡ്, ഫാദർ, എംപ്ലോയി, ഫ്രണ്ട്, ടീച്ചർ, ക്ലബ് മെമ്പർ, ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് ഒരു റോള് ലൈഫിലുണ്ടായിരിക്കും. അപ്പോൾ ഈ റോൾ കൺസിസ്റ്റ് എ സെക്ടർ ഓഫ് ആക്ടിവിറ്റി പേഴ്സൺ എക്സ്പെക്ട് ടു പെർഫോം ദി പെർട്ടിക്കുലർ പൊസിഷൻ. ഓരോ പൊസിഷനിലും അവർ പ്രതീക്ഷിക്കുന്ന പൊസിഷനിൽ അവരെന്താണോ നിറവേറ്റുന്ന റോള് അതിനനുസരിച്ച് അവരോരോ ഐറ്റംസ് സെലക്ട് ചെയ്യും. അപ്പോൾ ക്ലബ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും കൂടുതൽ അവർ വാങ്ങിക്കുക, അല്ലേ? അതുപോലെ തന്നെ ഫാമിലി, ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ, ഫാദർ എന്നുള്ള രീതിയിലൊക്കെ അവർ വാങ്ങിക്കുന്ന ഐറ്റംസ് ഫാമിലിയായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അങ്ങനെ ഓരോ രീതിക്കനുസരിച്ച് അവരുടെ റോളിനനുസരിച്ച് ഓരോ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി പേഴ്സണൽ ഫാക്ടേഴ്സാണ്. പേഴ്സണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റത്തെ ഫാക്ടേഴ്സ് ഏജാണ്. ഏജ് ലെവലിനനുസരിച്ച് ഓരോ ഐറ്റംസ് മാറി മാറി വരാം. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് കഴിക്കുന്ന ഫുഡല്ല കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞാൽ, അങ്ങനെ പ്രായമായി കഴിഞ്ഞാൽ വ്യത്യാസമായിട്ടുള്ള രീതിയിൽ ഫുഡുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും, അല്ലേ? ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോ ഏജിനനുസരിച്ച് ഓരോ രീതിയിലുള്ള ഡ്രസ്സാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബൈയിങ് ബിഹേവിയർ ചേഞ്ചസ് ഏജ്. ടേസ്റ്റ് ഫോർ ഫുഡിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ക്ലോത്തിങ്ങിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, റീക്രിയേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിലായിരിക്കും. ഇനി ജെൻഡർ അല്ലെങ്കിൽ സെക്സ്, മെയിലും ഫീമെയിലും സെലക്ട് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ്. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ഫീമെയിൽ ലൈക്ക് സ്പെൻഡ് മണി ഓൺ ഓർണമെൻറ്റ്സ്, ഗാർമെൻറ്റ്സ്, കോസ്മെറ്റിക്. നിങ്ങൾക്കറിയാം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഗാർമെൻറ്റ്സ് ഐറ്റംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ഓർണമെൻറ്റ്സുകളൊക്കെയാണ് താല്പര്യപ്പെടുക. അവർ ആ പ്രൊഡക്റ്റുകളായിരിക്കും സെലക്ട് ചെയ്യുക. പക്ഷേ മെയിലാണെന്നുണ്ടെങ്കിലോ മൊബൈൽ ഫോണുകൾ, അതുപോലെ മ്യൂസിക് സിസ്റ്റം, മോട്ടോർ ബൈക്ക്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നവരായിരിക്കും. ഇനി വരുന്നത് സ്റ്റേജ് ഓഫ് ലൈഫ് സൈക്കിളാണ്. ലൈഫ് സൈക്കിളിൻ്റെ ഓരോ സ്റ്റേജിൽ ഏതൊക്കെ സ്റ്റേജിലുണ്ട്? ഇൻഫാൻസി, ബർത്ത് സ്റ്റേജ് ഉണ്ട്, ഇൻഫാൻസി, പിന്നെ അഡോളസൻ, ടീനേജ്, അഡൽട്ട്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്, എൻഡ്, ഡെത്ത്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും നമ്മൾ ഓരോ രീതിയിലുള്ള ലൈഫ് സ്റ്റേജിലും വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ താല്പര്യപ്പെടും. ആ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ആ സമയത്ത് വാങ്ങിക്കുക. അപ്പോൾ ജനിച്ച ഉടനെ തന്നെ നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങളല്ല പിന്നീട് ഓരോ ഘട്ടത്തിലും വരാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോന്നും മാറി മാറി വരും. ഇവിടെ പറയുന്നത് ചിൽഡ്രൻ ഗെറ്റ് മാരീഡ്, ഹി സ്റ്റാർട്ട് ലിവിങ് സെപ്പറേറ്റ്ലി, ഫാമിലി ഗ്രോ ഓൾഡ് ആൻഡ് കൺസിഡർ ചേഞ്ച് ദി ബൈയിങ് പാറ്റേൺ. അപ്പോൾ ബൈയിങ് പാറ്റേൺ ഒക്കെ വ്യത്യാസം വരും, അല്ലേ? മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മാറും. നമ്മൾ ലക്ഷറീസ് ആയിട്ടുള്ള ഐറ്റംസ് കൂടുതൽ വാങ്ങാനും സ്റ്റൈലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കാനും ഒക്കെ തയ്യാറാവും. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കുക. പക്ഷേ പ്രായമായി കഴിഞ്ഞാലോ നമുക്ക് വേണ്ടത് വാക്കിംഗ് സ്റ്റിക്ക്, ഡ്രഗ്സ്, ഇതൊക്കെയാണ് കൂടുതൽ. സിമ്പിൾ ക്ലോത്തുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓരോ
ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ വ്യത്യസ്ത പ്രൊഡക്റ്റുകളാണ് വാങ്ങിക്കുക. നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിളുകൾ വെച്ചിട്ട് എഴുതിയാൽ മതി. ഇനി ഒക്യുപ്പേഷനാണ്. ഒക്യുപ്പേഷനിൽ നമ്മളെ ഒക്യുപ്പേഷനും ഇതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇൻകം, ബൈയിങ് പവർ, സ്റ്റാറ്റസ് ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് ഒക്യുപ്പേഷൻ. നല്ല രീതിയിലുള്ള ഒരു വൈറ്റ് കോളർ ജോബൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക? ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളായിരിക്കും സെലക്ട് ചെയ്യുക. അതല്ല ഓർഡിനറി വർക്കേഴ്സ് അല്ലെങ്കിൽ ഫാമേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചീപ്പർ പ്രൊഡക്റ്റുകൾ, ബ്രാൻഡ് അല്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുക. അവർ ട്രാവൽ ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടായിരിക്കും. ബസ്സിലോ ടാക്സിയിലോ ഒക്കെ ആയിരിക്കും സാധാരണക്കാർ യാത്ര ചെയ്യുക. പക്ഷേ വൈറ്റ് കോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ട്രാവൽ ചെയ്തതിലായിരിക്കും കാറിലോ അല്ലെങ്കിൽ ഹെയറിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് ഒക്യുപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വ്യത്യാസം. ഇനി ലൈഫ് സ്റ്റൈലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ലൈഫ് സ്റ്റൈൽ റിഫ്ലക്റ്റ് എ പേഴ്സൺ ഇൻട്രസ്റ്റ്. വ്യക്തികളുടെ താല്പര്യങ്ങൾ വ്യത്യാസപ്പെടും. ഇവിടെ പീപ്പിൾ ഹൂ വിഷ് ടു ലിവ് ദി ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈൽ ഹി വിൽ ബൈ കോസ്റ്റ്ലി ഗുഡ്സ്. ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ്ലി ഗുഡ്സ് ഐറ്റംസ് അവർ വാങ്ങിക്കുക. പക്ഷേ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ റീസണബിൾ ഗുഡ്സ് വാങ്ങിക്കും. പ്രൈസ് കുറഞ്ഞ ഉൽപ്പന്നങ്ങളായിരിക്കും അവർ സെലക്ട് ചെയ്യുക. അത് മാത്രം അതിൽ മനസ്സിലാക്കിയാൽ മതി. ലൈഫ് സ്റ്റൈല് ലക്ഷൂറിയസ് ആണോ അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആണോ. ഇനി പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു വ്യക്തിയുടെ ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളും വ്യത്യാസപ്പെടും. പിന്നീട് സെൽഫ് ഇമേജാണ്. സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇമേജ്, അല്ലേ? ആ ഇമേജ് അനുസരിച്ച് നമ്മുടെ ചിന്തകളനുസരിച്ച് നമ്മുടെ കൺസെപ്റ്റുകളനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാമെന്ന് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ചിലരുടെ ആശയങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാം, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും. അതല്ലാത്തവർ സാധാരണ ലൈഫ് ആഗ്രഹിക്കുക. അപ്പോൾ അവരാണെങ്കിൽ സിമ്പിളായിട്ടുള്ള പ്രൊഡക്റ്റുകളെ യൂസ് ചെയ്യുള്ളൂ. ഇനി ലാസ്റ്റ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സിന് പേഴ്സണൽ ഇൻകമാണ് ആദ്യം വരുന്നത്. ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാവും വാങ്ങാം? ഷോപ്പിംഗ് ഗുഡ്സുകൾ വാങ്ങിക്കും. ലക്ഷൂറിയസ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. ഇൻകം കുറവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാവും നമ്മൾ വാങ്ങുക? സാധാരണ കൺവീനിയൻ്റ് ആയിട്ടുള്ള റീസണബിൾ പ്രൈസിലുള്ള പ്രൊഡക്റ്റുകളെ സെലക്ട് ചെയ്യും. ഇനി വരുന്നത് ഫാമിലി ഇൻകമാണ്. ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ ഫാമിലി ഓരോ മെമ്പേഴ്സിൻ്റെയും കൂടെ അഗ്രിഗേറ്റ് ഇൻകമാണ് ഫാമിലി ഇൻകം ആയിട്ട് വരിക. ഇറ്റ് ഈസ് ആൻ അഗ്രിഗേറ്റ് ഇൻകം ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി. ഇപ്പോൾ ഫാമിലി ഇൻകം കൂടുതലാണെങ്കിൽ ഇതേപോലെ തന്നെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങും. അത് കുറവാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ഐറ്റംസ് വാങ്ങും. ഇനി ഇൻകം എക്സ്പെക്റ്റേഷൻ, നമ്മുടെ പ്രതീക്ഷ ഇൻകം ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണെങ്കിൽ എങ്ങനെ വാങ്ങുമെന്ന് പറയണത്? ഹി വിൽ ബൈ ഡ്യൂറബിൾ സച്ച് എസ് സ്കൂട്ടർ, കാറ്, റെഫ്രിജറേറ്റർ ഇതൊക്കെ വാങ്ങും. ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിലായിരിക്കും വാങ്ങുക. നമ്മുടെ ചിന്ത എന്താണ്? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടും എന്നുള്ളതാണ് ചിന്ത. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങും. അതില്ല, കിട്ടുന്ന ഒരു ചിന്ത, നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ തയ്യാറാവുന്നില്ല. സേവിങ്സ് ആണ് അടുത്ത പോയിൻ്റ്. നമ്മളെ ചിന്ത അനുസരിച്ച് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, കിട്ടുന്നതിൽ പകുതിയിലധികം നമ്മൾ സേവ് ചെയ്യണം. അങ്ങനെയുള്ളവരാണെങ്കിലോ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയുള്ളൂ. ഹി വിൽ സ്പെൻഡ് എ ലെസ് ഓൺ കംഫർട്ട് ആൻഡ് ലക്ഷൂറിയസ്. കുറഞ്ഞ രീതിയിൽ മാത്രം അവർ ലക്ഷൂറിയസ് ഐറ്റംസ് വാങ്ങിക്കുകയുള്ളൂ. ഇനി ലിക്വിഡിറ്റി പൊസിഷനാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷായിട്ട് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാവുന്ന പൊസിഷനിൽ നമ്മുടെ കയ്യിലൊരു എമൗണ്ട് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുക എങ്ങനെയായിരിക്കും? കംഫർട്ടായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കും. ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യും, ഉറപ്പാണ്. പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ ക്രെഡിറ്റ് ഫെസിലിറ്റി. കൺസ്യൂമേഴ്സിന് കൂടുതൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ലഭ്യമാണെന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റിന് ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യും. കംഫർട്ടായിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യും. അതിന് പോസിബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള നമ്മുടെ കയ്യിലുള്ള കാശിന് കിട്ടുന്ന പ്രൊഡക്റ്റുകളെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറഞ്ഞത്. സോ താങ്ക് യു.